തമിഴ്നാട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് നമ്മളെ നിലമ്പൂർ കിടക്കുന്നത്. അതിലേക്കുള്ള പാസേജ് ആണ് ഈ കിടക്കുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? കണ്ടു നോക്കുന്നത്. ഇത് വെറുതെ പറയല്ല, ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. പൈസീസ് കേവ് 2.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഗുഹ കിടക്കുന്നത്. ഇതിനുള്ളിൽ കയറിയാണ്ട് ഫുള്ളായിട്ട് പോണ ഒരു വിഷ്വലും വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. 1.5 കൊല്ലമായിട്ടുള്ള ഈ ഒരു ഗുഹ കണ്ടെത്തിയിട്ട്, അതായത് പഴശ്ശി രാജാവിന്റെ 6ാം തലമുറയിൽപ്പെട്ട മകളും മരുമകനും വന്നുകൊണ്ടാണ് ഇതിനുള്ളിൽ പഴശ്ശിയുടെ ഫോട്ടോ ശിലാരൂപം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു വളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അന്നാണ് ഇതിന്റെ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്. ആര് പറഞ്ഞാലും വിശ്വസിക്കൂല എന്നറിയാം, പക്ഷെ വാ കണ്ടു നോക്ക്. ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെന്ന് അവസാനിക്കുന്നത് 2.5 കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂർ ഫോറസ്റ്റിന്റെ എൻട്രിയിലാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കേരളത്തിലേക്കാണ് ഈ ഒരു എൻട്രി കിടക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് 2 പാസേജ് വരെ ഇതിനുള്ളിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ ഗുഹ ഒന്ന് അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്താലോ? വാ. അപ്പൊ നമ്മള് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തൊക്കെ അതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാം. ഞങ്ങൾ വേറെ ആൾക്കാരുണ്ട് ബാക്കിലാണൊക്കെ, ഒറ്റ ഒന്ന് പോരില്ല, ഒക്കെ പേടിയാണ്. ഇപ്പൊ ഞങ്ങള് കയറാൻ പോവാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. അപ്പൊ കേവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് നീണ്ടു നിവർന്ന് നിൽക്കാം. 90% നമ്മളിങ്ങനെ കുമ്പിട്ടാണ്ട് പോകണം. കല്ലൊക്കെ പതിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗമൊക്കെ. നിവർന്ന് തന്നെ പോലെ. ആ ഓക്കെ. പഴശ്ശി ഗുഹ, പഴശ്ശി കേവ് അല്ലേ? അല്ല, ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാലേ വവ്വാലുകൾ കുറച്ചൊന്നല്ല, കുറച്ച് തോനുണ്ട്. ഇനി നിപ്പയാണോ ഇനി എന്താ വരാന്ന് അറിയില്ല. എടാ നിപ്പ നാട്ടിലത്തെ വവ്വാലേ ഉണ്ടാവുള്ളൂ. അതെ, ഇത് ഗുഹന്റെ ഉള്ളിലാണ്. പഴശ്ശിരാജ ഇവിടെ ഇരിക്കുന്നുണ്ടോ? കൂടുതൽ ഭാഗത്ത് നമുക്ക് നീണ്ടു നിവർന്ന് തന്നെ പോകാം. നമുക്ക് ഏകദേശം ഒരു 6 അടിന്റെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ പോലെ. നമ്മളൊക്കെ ഏകദേശം 5.25 അടിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വേറെ ഇതെന്തായോ, ഈ ഇത്രയും മഴ പുറത്ത് പെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ചുമരിന് നനവിലിടൂ. ചുമരിന് നനവില്ലാത്തുള്ളൂ, പക്ഷെ അടിയിൽ വെള്ളല്ലേ? അടിയിൽ വെള്ളമുണ്ട്. അത്രയും ഉറപ്പുണ്ട്. മേലെ ഭാഗം അടി ചളി പിളിയാണ്. പിന്നെ ഈ പഴശ്ശി അറിയുന്ന ആൾ ഇയാളാണല്ലേ? ഞാൻ പഴശ്ശി അങ്ങനെ പറയല്ലടോ, റെസ്പെക്ട്. ഇയാളെന്ന് പറയത് ഇദ്ദേഹം സംഭവം സെറ്റപ്പാണ്. ഇതാളെ പറ്റിച്ചാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടില്ലേ? അല്ലയോ, പുലിയല്ലല്ലോ. ഇതാ ഇവിടുന്നാണ് പറഞ്ഞത് 2 വേ ആയിട്ട് തിരിയുന്നുണ്ട് അല്ലേ? യഥാർത്ഥ വേ. ഗുഹയ്ക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ പഴശ്ശിന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഗുഹ 2ആയിട്ട് തിരിയാണ്. അത് ഒന്ന് അങ്ങോട്ടും ലെഫ്റ്റും ഒന്ന് റൈറ്റും. ഇത് ഒന്ന് ഫേക്കും ഒന്ന് ഒറിജിനലാണ്. ഇത് അന്നത്തെ ഗൊറില്ല യുദ്ധത്തിനൊക്കെ ഈ ആൾക്കാരല്ല, ഈ ശത്രുക്കൾ വരുമ്പോ ഓലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് ആളെ കണ്ടാത്തൊന്നും നല്ല വഴി എന്ന് തോന്നും, ഇങ്ങോട്ട് കുറച്ച് മോശമാണേനും. അപ്പൊ ഇങ്ങോട്ട് ആൾക്കാർ തിരിഞ്ഞു പോകും. പക്ഷെ ഒറിജിനൽ വഴി ഇതാണ്. ഇത് കൂടെ പോയാലാണ് നിലമ്പൂർ ഫോറസ്റ്റ് ബോർഡർക്കാണ് ഈ ഒരു തുരങ്കം, ഈ ഒരു ഗുഹ